ലീഗൽ സർവീസസ് അതോറിറ്റി ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിലെ ഇനി പ്രധാനമന്ത്രിയായാലും ആരായാലും ഒരു ഒഫൻസ് ചെയ്താൽ കൃത്യമായി കോടതിയിൽ ശിക്ഷിക്കപ്പെടും. ഞാൻ ദേവിക ശ്രീകുമാർ. ഞാൻ ആൽഫയിലെ +2 സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ലീഗൽ അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്പെട്ടൊരു ക്ലാസ് ആയിരുന്നു. ലീഗൽ സർവീസസ് അതോറിറ്റി ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ നിലവിൽ സീനിയർ സിവിൽ ജഡ്ജ്, സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലാണ് ഞാനിപ്പോൾ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ ആണ്, അതായത് നിയമത്തിലാണ് ഇവിടെ ഏറ്റവും ഉയർന്ന സ്ഥാനം. ഇനി പ്രധാനമന്ത്രി ആയാലും ആരായാലും ഒരു ഒഫൻസ് ചെയ്താൽ കൃത്യമായി കോടതിയിൽ ശിക്ഷിക്കപ്പെടും. രണ്ട് തരം ഒഫൻസുകളാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ക്രിമിനൽ ഒഫൻസുകൾ. ക്രിമിനൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനെതിരെ, നിങ്ങളുടെ ബോഡിക്കെതിരെ, നിങ്ങളുടെ മൈൻഡിനെതിരെ, നിങ്ങളുടെ റെപ്യൂട്ടേഷനെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ നമ്മൾ ക്രിമിനൽ ഒഫൻസുകൾ എന്ന് പറയും. ക്രൈം കേട്ടിട്ടില്ലേ? ക്രൈം എന്ന് പറയും. മറ്റേത് സിവിലാണ്. സിവിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിക്കെതിരെ, കാറാവാം, വീടാവാം, മറ്റുള്ള എന്തോ ആവാം, നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിക്കെതിരെയുള്ള ഒഫൻസുകൾ നമ്മൾ സിവിൽ റൈറ്റുകൾ എന്ന് പറയും. അതിന് സിവിൽ കോടതിയാണ്, പ്രത്യേക കോടതിയാണ്, പ്രത്യേക ശിക്ഷാ രീതികളും നിയമവുമാണ്. എന്റെ പേര് റൈന. ഞാനിവിടെ വലുതായിട്ട് പ്രസംഗമായിട്ടൊന്നും പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഇന്ന് എനിക്ക് എന്ത് ലഭിച്ചു അത് നിങ്ങളിലോട്ടും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഡ്രഗ്സിനെ പറ്റിയിട്ടും പോക്സോ കേസിനെ പറ്റിയിട്ടും ഓരോ ക്രൈം കേസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് എവിടെ നിന്നൊക്കെ വരുന്നു, IT ഫീൽഡിൽ നിന്ന് വരുന്നു. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ തന്നെ ഏറ്റവും വലിയൊരു ക്രൈമാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളെന്ന് സാറ് പറഞ്ഞു. നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിൽ നോർമലി ചിലപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയായിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഒരാൾ നമുക്ക് റിക്വസ്റ്റ് അയക്കുമ്പോൾ ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ നല്ലതാണോ ചീത്തയാണോ ചിന്തിക്കാനുള്ള ഒരു ഗട്സ് നമുക്ക് ഇന്ന് കൊണ്ട് കിട്ടി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വഴിക്കൂടെ നടന്നു ചീത്തയായിട്ട് സംസാരിച്ചാൽ പോലും ഇത്രയും നാൾ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ എന്താ ചെയ്യുക, ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ദോഷം ഉണ്ടാവുന്നപ്പോൾ നമ്മൾ മാറി നടക്കും. പക്ഷെ ഇന്ന് തൊട്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റും, എവിടെ കൊണ്ട് റിയാക്ട് ചെയ്യാം, ആര് വഴി നമുക്ക് റിയാക്ട് ചെയ്യാം എന്നൊരു കാര്യം നമുക്ക് സുജീഷ് സാറിന് പറഞ്ഞു. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ റിയാക്ട് ചെയ്യും. അതിനോടൊരു ഗട്സ് നമുക്ക് സാറിന് പകർന്നു തന്നിട്ടുണ്ട്. സാർ ഇത്ര എഫേർട്ട് എടുത്തതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല, അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഡ്രഗ്സ് എന്തെങ്കിലും മിഠായി തന്നിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിശക്തി കൂടും, നിങ്ങളുടെ ഓർമ്മ കൂടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു മരുന്നൊന്നും ലോകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് മേടിച്ച് കഴിച്ചാൽ പോരെ. പൈസ ആരുടെ കയ്യിലില്ലാത്തത് കുറെ മരുന്നങ്ങ് മേടിച്ച് കഴിച്ചാൽ പോരെ. അങ്ങനെയൊന്നും ഇല്ല. ഇത് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പറയണം. എന്തിനു വേണ്ടിയിട്ട്? ഈ MDMA എന്ന് പറയുന്ന ലഹരി ഞാൻ പറഞ്ഞില്ലേ, 1 വർഷം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ പല്ലും ഇല്ലാതാകും, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ അസ്ഥി മുഴുവൻ ദ്രവിക്കും. ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായ, ഞാൻ എന്താ തീരുമാനം എടുത്തത് തന്നെ ഈ ക്ലാസ് വരുന്ന മുമ്പ് ഞാൻ ആലോചിച്ചിരുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്ന വെറുതെ ഒരു വേറെ ലോകത്തിൽ പോകും. പക്ഷെ അതെങ്ങനെ വേറെ ലോകത്തിൽ പോകുന്നത്, എന്തിനെങ്ങനെ ആവുന്നതെന്നായിരുന്നു എൻ്റെ സംശയം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി, ഇന്ന് ഡ്രഗ്സ് എടുക്കുമ്പോൾ നമുക്കൊരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ. അതിനെ വിളിക്കുന്നതാണ് ഹാപ്പി ഹോർമോൺ. അപ്പോൾ അതിങ്ങനെ ഡ്രഗ്സ് കഴിക്കുമ്പോൾ അത് നല്ലതായിട്ട് കൂടും. പക്ഷെ ആ കിക്ക് കഴിഞ്ഞിട്ട് ആ ഡ്രഗിന്റെ കിക്ക് കഴിഞ്ഞിട്ട് അത് പിന്നെ ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ പിന്നെ നമ്മളുടെ ആ ഒരു ലെവലിൽ, ആ ഡോപ്പമൈൻ ലെവൽ ആദ്യം നമ്മുടെ നോർമൽ ഇത്രയായിരിക്കും. പക്ഷെ ആ ഡ്രഗ് കയറ്റുമ്പോൾ നമ്മുടെ ഡോപ്പമൈൻ ലെവൽ സ്റ്റാൻഡേർഡ് ഇത്രയാണ്. അപ്പൊ പിന്നെ തിരിച്ച് നോർമൽ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് പിന്നെ സന്തോഷം വരില്ല. നമ്മൾ എന്ത് ചെയ്താലും സന്തോഷം വരിക. അപ്പൊ പിന്നെ നമ്മുടെ സന്തോഷം കിട്ടാനുള്ള മാർഗം ഡ്രഗ്സ് ആണ്. അങ്ങനെയാണ് അഡിക്റ്റഡ് ആവുന്നത്. മനസ്സിലായോ? പണ്ടൊക്കെ നമ്മൾ ലിഫ്റ്റ് കൊടുക്കുമായിരുന്നു വണ്ടിയിൽ. ഇപ്പൊ നമ്മൾ ലിഫ്റ്റ് കൊടുക്കാറില്ല. കാരണം ഇപ്പൊ ബൈക്കിലാണ് പോകണമെങ്കിൽ ഇപ്പൊ ഹെൽമെറ്റ് വേണം. നമ്മുടെ 2ാമത്തെ പെയർ ഹെൽമെറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ലിഫ്റ്റ് കൊടുക്കാറില്ല. കാരണം പുറകിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാൽ പിറ്റേ ദിവസം പത്രത്തിൽ നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെ വരും. 1ാം പ്രതി കഞ്ചാവ് കൈവശം വെച്ച ആള്, 2ാം പ്രതി ഞാൻ. മനസ്സിലായ? കൂടെ ഉണ്ടായിരുന്നാലോ? ഞാനല്ലേ ഇയാളെ കൊണ്ടുപോയത്. എനിക്കറിയത്തില്ല, ഞാൻ വഴിന്ന് കയറ്റിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാ കേസിലും ആൾക്കാരെല്ലാം ആ ഡിഫൻസ് എടുക്കുന്നു. സുജയ് സാറ് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ കുറെ പറഞ്ഞു.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഇതിനൊക്കെ മെയിൻ കാര്യം വരാൻ കാരണം ബിക്കോസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നു ആൻഡ് അങ്ങനെ ഇങ്ങനെ ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അത് അവരവരുടെ ഫ്യൂച്ചറിന് ഒരു പ്രശ്നമാക്കാൻ ഒരു ബാരിയർ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ വെൻ ഇറ്റ് കംസ് ടു ഡ്രഗ്സ് നമുക്ക് കുറേ ആൾക്കാരെ നമുക്ക് അറിയാം യൂസിങ് ഡ്രഗ്സ് ആൻഡ് സ്റ്റഫ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് അതൊക്കെ ആഫ്റ്റർ സം ടൈം അവർ തന്നെ ശരിക്കും ഇവർ ലൈക്ക് അവരുടെ ബോഡി നശിച്ചു ആൻഡ് ലൈക്ക് അവരുടെ ഹെൽത്ത് നശിച്ചു ആൻഡ് all these stuffs, it's gonna bite them back. ഇന്നത്തെ ഈ അവയർനെസ് ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ എന്തെല്ലാം എന്നറിയാൻ കഴിഞ്ഞു. നിയമത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല നിയമപരമായ ഭയങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മാർക്കിട്ട് പൊതുജീവിതത്തിൽ, അതായത് ക്ലാസ് റൂമുകളിൽ, സൊസൈറ്റികളിൽ, വീടുകളിൽ എങ്ങനെ ധൈര്യമായി ബിഹേവ് ചെയ്യണം, അതായത് ധൈര്യമായി ഇടപെടണം എന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് സാർ പറഞ്ഞു തന്നു.